അങ്ങനെ നീലിമ വന്നതിന് ശേഷം ശ്രുതിയുടെ കൺമുമ്പിൽ തന്നെ ചെന്ന് പെടുകയാണ് നീലിമ. അങ്ങനെ നീലിമേനെ ശ്രുതി കൈയോടെ പൊക്കുന്നുണ്ട്. ശ്രുതിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്കും അവളെ എത്തിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതി ബൈക്ക് റോഡിൽ വെച്ചുകൊണ്ട് തന്നെ രേവതിയെയും ബൈക്കിനെയും പോലീസുകാർ കൊണ്ടുപോവാണ്. അങ്ങനെ അവർ രക്ഷിക്കാനായിട്ടും സച്ചി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ കൈക്കൂലിയൊക്കെ കുറച്ച് കൊടുത്തൊക്കെ നമ്മുടെ സച്ചി അവിടെ നിന്നും വണ്ടി ഊരിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രേവതി വണ്ടിയും കൊണ്ട് പോവാണ്. സച്ചി അവിടുന്ന് ആരെയൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കായിരിക്കും. ഈ സമയത്ത് നീലിമയും അതുപോലെ തന്നെ ശ്രുതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കണമെന്ന് പോലീസ് നിർബന്ധം പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് കേസാക്കുമെന്നും ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം നീലിമ പൈസ കൊടുത്തേക്കാന്നും പറയാണ്. അങ്ങനെ അവളവിടുന്ന് പൈസയൊക്കെ ഇവർക്ക് ചെക്കായിട്ട് കൈമാറുന്നുണ്ട്. ശേഷം അതിന് ഒപ്പുവെക്കാണ്. ഈ സമയത്ത് ഒരു സാക്ഷി കൂടി വേണമെന്ന് പോലീസ് പറയുമ്പോഴാണ് നീലിമ പുറത്തു നിൽക്കുന്ന സച്ചിയെ കാണുന്നത്. സച്ചി അപ്പോൾ തന്നെ വന്ന് അത് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ സച്ചി അകത്ത് കയറുന്നില്ല കേട്ടോ. പുറത്തേക്ക് പേപ്പർ കൊണ്ടുപോയിട്ടാണ് ഒപ്പിടുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയും ശ്രുതിയുമായി പരസ്പരം കാണുന്നില്ല. അങ്ങനെ ആ ഒരു ഒപ്പ് സച്ചി തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം സച്ചി അവിടുന്ന് പോവാണ്. ശ്രുതിയും കാശ് കിട്ടിയ സന്തോഷത്തിൽ അവര് പോകുന്നുണ്ട്. നീലിമയാണെങ്കിലും കാനഡയ്ക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ശ്രുതിയുമാണെങ്കിൽ ഈ ക്യാഷ് കിട്ടിയ കാര്യം ആരോടും പറയുന്നില്ല. ബട്ട് നമ്മുടെ ശ്രുതി പറയാണ്, എനിക്ക് ഈ കാശ് കൊണ്ടുപോയി അച്ഛൻ്റെ അമ്മയുടെയും എല്ലാവരുടെ മുഖത്തേക്ക്, ആ സച്ചിയുടെയൊക്കെ മുഖത്തേക്ക് വലിച്ചെറിയണം. എല്ലാവരും എന്നെ എന്തുമാത്രം അപമാനിച്ചതാണ്. ജോലിയില്ല, കാശ് കൊണ്ട് കളഞ്ഞു, ഒരു പെണ്ണ് തേച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ഒരുപാട് അപമാനിച്ചു. എന്നാൽ ഇനി അത് ഉണ്ടാവില്ല. ഈ കാശ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് എല്ലാവരും മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കണം. ശ്രുതി ചോദിക്കാണ്, ഞെളിഞ്ഞു നിന്നാലേ ഇതെല്ലാം വീതം വെച്ചങ്ങ് പോകും. 55 ലക്ഷം രൂപയുണ്ടിത്. അതിൻ്റെ കൂടെ ഇത്രയും നാളും അവളെ കൊണ്ടുപോയതിന്റെ പലിശയും കൂട്ടി 60 ലക്ഷം രൂപ. അതങ്ങനെ നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 60 ലക്ഷം രൂപയുണ്ട്. നിങ്ങളുടെ അമ്മയും അച്ഛനും അത് 3ആയി വീതിക്കും. സച്ചിക്ക് 20, അതുപോലെ തന്നെ വർഷയ്ക്ക് 20, നമുക്ക് 20. അങ്ങനെ 20 കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇതെന്തായാലും വീതം വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രുതി, ഇത്രയും കാലം ശ്രുതി എല്ലാവരും കുറെ അപമാനിച്ചില്ലേ? എല്ലാവരും ജോലിയില്ലെന്ന് പറഞ്ഞ് എന്തുമാത്രം ശ്രുതിയെ വഴക്കുണ്ടാക്കുകയും എന്തൊക്കെ മോശമായി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, ഈ കാശ് വെച്ച് എന്ന് പറയുമ്പം ശ്രുതി ചോദിക്കുകയാണ്, അല്ലപ്പോ വീട്ടിൽ പറയണ്ടേ? വേണ്ട, ഈ കാശ് ഇവിടെ കിട്ടിയെന്ന് ചോദിക്കുമ്പം എന്ത് പറയും? ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നത് പറയാം. നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുകയല്ലേ, ഇപ്പൊ തന്നു പറഞ്ഞ ആള് വിശ്വസിക്കോ? അച്ഛൻ്റെ ആളുകളൊക്കെ പുറത്തുണ്ടല്ലോ, അവരാരെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ 14 ലക്ഷം രൂപ പോകാനായി ക്യാഷ് ചോദിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോവണ്ട, 60 ലക്ഷം രൂപയ്ക്ക് അച്ഛൻ അയച്ചു എന്നിട്ട് അതിൽ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു എന്നൊക്കെ പറയാമെന്ന് ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശ്രുതി ഓർക്കാണ്, ശരിയാ, ഇവള് പറഞ്ഞത് ശരിയാ. അല്ലാതെ വീട്ടുകാർക്ക് കൂടി കാശ് കൊടുത്താൽ അതിൻ്റെ 4-1 എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും ആവാനില്ല. ഇതാവുമ്പോൾ ബിസിനസ് തുടങ്ങി എന്നെ പുച്ഛവരൊക്കെ മുമ്പിൽ ഞാൻ വലിയ ആളായി നിന്ന് കാണിക്കുമെന്ന് ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പാടെ അവിടെ എല്ലാവരും കാണട്ടോ. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ, നിനക്ക് വല്ല ജോലിയും കിട്ടിയോ? അമ്മേ, അതൊന്നും അല്ല, ഇവരുടെ അച്ഛനെ മലേഷ്യയിൽ നിന്ന് വിളിച്ചിരുന്നു. ആണോ മോളെ? അച്ഛൻ വിളിച്ചോ? അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ? ഇല്ല ആൻറ്റി, അച്ഛൻ പുറത്തിറങ്ങിയില്ല. ഞാൻ കരുതി അച്ഛൻ പുറത്തിറങ്ങിയെന്ന്. അമ്മേ, അതിലിപ്പോ എന്താണ് സന്തോഷ വാർത്ത എന്ന് അവള് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അതല്ലേ അമ്മ കേക്ക്. എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 14 ലക്ഷം രൂപ വേണം, കാനഡയ്ക്ക് പോകാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, അങ്ങനെ വെള്ളനാട്ടിലും പോയെന്ന് ജോലി ചെയ്യേണ്ടതല്ല എൻ്റെ മരുമകൻ, ഇവിടെ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കി കാണിക്കണം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ വേറെ 6 പേരിൽ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് 60 ലക്ഷം രൂപ ഇട്ടു തന്നെന്ന് പറയുന്നുണ്ട്. 60 ലക്ഷം രൂപയോ എന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്രവായും പൊളിച്ച് നിൽക്കാണ്. അതെ അമ്മേ, 60 ലക്ഷം രൂപ അയച്ചു കൊടുത്തു ഈ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അതെങ്ങനെ ജയിലിൽ നിൽക്കുന്ന ഒരാൾ ഫോൺ വിളിക്കുന്നത്? അത് മാത്രമല്ല, അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസാക്കിയെന്നല്ലേ പറഞ്ഞത്, പിന്നെ അങ്ങനെ പൈസ ഇട്ടു എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, എന്താ സച്ചി, അറിയത്തില്ലെങ്കിൽ പറയാതിരിക്കണം. അങ്ങനെ വെള്ളകാലത്തൊക്കെ ഫോൺ ചെയ്യാനുള്ള അനുമതിയൊക്കെ ആ ഒരു ജയിലിൽ നിന്ന് കിട്ടും. അത് മാത്രമല്ല
അച്ഛന്റെ പേര് മാത്രമല്ല സ്വത്തുക്കൾ, വേറെ കുറെ പേരുടെ പേരിലും അച്ഛൻ സ്വത്തുക്കളൊക്കെ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് കുറച്ചെനിക്ക് അയച്ചു തന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വളരെ ഭംഗിയായി തന്നെ നാടകം കളിക്കുകയാണ്. എല്ലാവരും ഈ ഒരു സംഭവം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛനാണ് 60 ലക്ഷം രൂപ കൊടുത്തെന്നുള്ള കാര്യവും എല്ലാവരും വിശ്വസിക്കുന്നു. അമ്മ ചോദിക്കുകയാണ്, അല്ല ഇത് നിങ്ങളുടെ പ്ലാൻ എന്താ, എന്ത് ചെയ്യാനാ മോളെ ഉദ്ദേശിക്കുന്നേ? അമ്മേ, ഞങ്ങളൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങള് ടൗണിൽ ഇപ്പോൾ വന്നപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് വന്നത്. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങാൻ എങ്ങനെ പോയാലും ഒരു 60 ലക്ഷം രൂപ, പിന്നെ കുറച്ച് ലോണും കൂടെ എടുക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം എടുത്ത് സെറ്റപ്പാക്കി നല്ല രീതിക്കാണ് തുടങ്ങാന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് വെച്ചൊരു കയറ്റായിരിക്കും എന്ന് ശ്രുതി പറയുമ്പോൾ അമ്മ പറയാണ്, അതേ മോളെ, അത് വേണം. എൻ്റെ മോന് ജോലിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ എത്ര പേരാ എൻ്റെ മകനെ പൂച്ഛിച്ചത്. അവർക്കെല്ലാം നല്ലൊരു തിരിച്ചടിയായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മുറിയിൽ പോയിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഈ കമ്പനിക്ക് അമ്മയുടെ പേരിട്ടാലോ? അപ്പോഴേക്കും അവള് പറയാണ്, വേണ്ട വേണ്ട, അന്ന് സച്ചി പറഞ്ഞ് നീ ഓർക്കുന്നില്ലേ, എൻ്റെ ബ്യൂട്ടി പാർലറിന് ആ പേരിട്ടതാ, അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി. അതുപോലെ തന്നെ ആ പൂക്കടയ്ക്കും അമ്മയുടെ പേരിട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി. ഇനി ആ അബദ്ധത്തിന് ഞാനും കൂടി ഇല്ല. സച്ചി തന്നെ പേര് മാറ്റിയത് കണ്ടോ? അതുപോലെ നമുക്കും പേര് മാറ്റാം എന്ന് പറയുമ്പോൾ അത് ശരിയായെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ നീലിമ കൊണ്ടുവന്ന കാശ് മറ്റാരും അറിയാതെ ശ്രുതിയും കൈക്കലാക്കിയിരിക്കുകയാണ്. ശേഷം ശ്രുതി നല്ലൊരു ഇലക്ട്രോണിക് ഷോറൂം തന്നെ തുറക്കുന്നുണ്ട്. എല്ലാവരും ആ ഇനാഗ്രേഷന് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നാടയൊക്കെ മുറിച്ച് വിളക്കൊക്കെ കത്തിച്ച് അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിനെ ആ ഒരു ഓണറുടെ സ്ഥാനത്തേക്ക് കയറ്റിയിരുത്താണ് ശ്രുതി. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നിന്നെ പൂജിച്ച കുറേ പേരോടുണ്ടല്ലോ, ജോലിയില്ല കൂലിയില്ലെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ചിലർക്ക് നക്കാപ്പിച്ചിര വണ്ടി എടുത്ത് കൊടുത്തപ്പോൾ പോലും എന്ത് അഹങ്കാരമായിരുന്നു. അത് ചെയ്തു തന്നില്ല എൻ്റെ ഭാര്യ, ഇത് ചെയ്തു തന്നില്ല എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നിന്നെ എന്തുമാത്രം പുച്ഛിച്ചു. ഇപ്പം പുച്ഛിക്കുന്നവരോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ ശ്രുതി, കണ്ടുപഠിക്കട്ടെ നിന്റെ ഭാര്യ എന്താ ചെയ്തു തന്നേന്ന് എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് നമ്മുടെ സച്ചിക്ക് ചെറുതായിട്ടൊന്ന് കൊള്ളിക്കുന്നുണ്ട്. സച്ചി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം സച്ചിക്ക് പറയാനുള്ള വോയിസ് ഇല്ലല്ലോ. അന്ന് നമ്മുടെ രേവതി കാറെടുത്ത് കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് കാറെടുത്ത് തന്നു, നിന്റെ മലേഷ്യക്കാരി ഭാര്യ നിനക്ക് എന്ത് ചെയ്തു തന്നടായെന്ന് നമ്മുടെ സച്ചി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാനില്ല നിൽക്കുകയായിരുന്നല്ലോ ശ്രുതിയും. അതിന് പകരം വിട്ടിയതാണ് ഇപ്പോൾ ശ്രുതി. രവി പറയുന്നുണ്ട്, മോളെ, ഈ സമയത്ത് നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു മുഹൂർത്തത്തില് ഇങ്ങനെയൊന്നും പറയണ്ട. ഒരു കടയല്ലേ, നല്ല കച്ചവടം ഉണ്ടാവണം, അതിനുവേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയൊക്കെ ഓരോ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും ശ്രുതി പറയാണ്, അല്ല രേവതി, നിനക്ക് പറ്റിയ സാധനമൊന്നും ഇവിടെ ഇല്ല. നീ നിന്റെ കയ്യിൽ 1000 1500 കൊണ്ടായിരിക്കും വന്നത്. അതിന് പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല എന്ന് നമ്മുടെ ശ്രുതി പറയുമ്പോൾ സച്ചി പറയാണ്, ദേ പാർലേട്ടത്തി, ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇവന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെ ആണെങ്കിലേ എത്രയും പെട്ടെന്ന് ഇത് പൂട്ടിപ്പോവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, നിന്റെ വായും കൊണ്ടൊന്നും മിണ്ടാതിരിക്കടാ, എന്തിനാ വെറുതെ ആവശ്യത്തൊക്കെ പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യനെ അപമാനിച്ചാലേ തിരിച്ച് ഞാൻ അപമാനിക്കും. നിങ്ങളുടെ മോന്റെ സ്വഭാവം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഏതെങ്കിലും ജോലിയിൽ അവൻ ഉറച്ചു നിന്നിട്ടുണ്ടോ? പിന്നെ ഇതി മാത്രം ഉറച്ചിരിക്കുന്നത് എന്താ ഇത്ര ഉറപ്പ്? എൻ്റെ ഭാര്യ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയൊന്നും ഇല്ലെന്ന്. സച്ചിന്റെ പോക്കറ്റിൽ നിന്നും 10,000 രൂപ എടുത്ത് രേവതിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നല്ലൊരു മിക്സ് തന്നെ നീ പോയി മേടിച്ചോ. 1000 കൊണ്ടല്ല 10,000 കൊണ്ട് എൻ്റെ ഭാര്യ വന്നേന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ വെറുതെ അവനെ ചൊടിപ്പിക്കാൻ നിൽക്കണ്ട. വേണമെങ്കിലേ ഈ കട തന്നെ അവൻ കാലിയാക്കി കളയും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നോട് അവന്. ഞാനിങ്ങനെ ഉയർന്നു പോകുന്നതൊന്നും അവന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കും. നീ വെറുതെ അവനെ വഴക്കുണ്ടാക്കിയിട്ട് നമ്മുടെ കടയില്ലാതാക്കണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എന്തായാലും നല്ല അഹങ്കാരമായി രണ്ടുപേർക്കും സച്ചേട്ടാ. ഇനിയിപ്പോൾ നമ്മളെ കളിയാക്കാൻ ഒരു കാരണവും കൂടായി അവർക്ക്. എന്തായാലും ഈശ്വര, നല്ല രീതിക്ക് ഇത് മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു. ഇനിയെങ്കിലും അവരുടെ ജീവിതത്തിൽ വെച്ചിട്ട് കയറ്റം കണ്ടാൽ മതിയായിരുന്നു എന്ന് രേവതി പ്രാർത്ഥിക്കുന്നുണ്ട്.
വർഷയും ശ്രീകാന്തും ആണെങ്കിൽ അതിലേക്ക് നോക്കി നടക്കാണ്. ചന്ദ്രയും അതുപോലെ തന്നെ ഇനാഗ്രേഷന് വന്ന കുറെ പേരുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വർഷയാണെങ്കിലും വന്ന് വലിയൊരു ഹോം തിയേറ്റർ തന്നെ നോക്കിയെടുക്കാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല വർഷേ, ഇത് എവിടെ കൊണ്ടുവെക്കാനാ വീട്ടില്? ഇത് വെക്കണമെങ്കിൽ അവിടെ നല്ല സ്ഥലം വേണമല്ലോ. ഇതിനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ലെന്ന് പറയുമ്പം അയ്യോ ശരിയാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, എൻ്റെ പൊന്ന് ശ്രുതി, അതാണെങ്കിലോ 50,000 രൂപ വില വരുന്നതാ. നമുക്ക് എങ്ങനെ പോലും ഒരു 10-15 രൂപ ലാഭം കിട്ടിയാലേ ആ സച്ചി ഇല്ലാതാക്കിയല്ലോ എന്ന് പറയുമ്പം ഈ സച്ചി എത്ര ഇവിടെ ഇറക്കി വിടണമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ, നീ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പോയി എടുക്ക്, അതായിരിക്കും നല്ലത്. ഇതൊന്നും മേടിച്ചുകൊണ്ട് അവിടെ വെക്കാനുള്ള സ്ഥലമില്ലല്ലോ. സച്ചിയുടെ പറഞ്ഞത് ശരിയായെന്ന് ശ്രീകാന്തും പറയാണ്. അങ്ങനെ വർഷ അതിലെ ഓടി നടന്ന് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ TV എടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല നമുക്ക് TV ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അതല്ല ശ്രീകാന്ത്, നമുക്ക് നമ്മുടെ മുറിയിൽ കിടന്ന് കാണാനായിട്ട് ഈ വലിയ TV എടുക്കാം. അതാകുമ്പോൾ നമുക്ക് രാത്രി കിടന്ന് കാണണമെങ്കിൽ TV കാണാമല്ലോ. നമ്മുടെ വീട്ടിലെ ഹാളിലുള്ള ഒരെണ്ണമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതേ വർഷേ, ഇത് നല്ല TVയാ, 50,000 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ എന്ന് പറയുമ്പം സച്ചി ചോദിക്കുകയാണ്, ഉയ്യോ 50,000 രൂപ TVയോ? നമ്മുടെ വീടിന്റെ ഹാളില് ഇത്രയും കാലത്ത് TV 10,000 രൂപയാ. എത്ര വർഷമായി? അതിനൊരു കുഴപ്പമില്ല. ഇതിനൊക്കെ വലിയ ഗ്യാരണ്ടി ഉണ്ട് ചോദിക്കുമ്പം 6 വർഷം ഗ്യാരണ്ടി ഉണ്ട്. വർഷേ, നീ ആണെങ്കിൽ ഹൈ ക്ലാസ് ഫാമിലി അല്ലേ, അപ്പൊ ഹൈ ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങളെ വേണം നിന്റെ മുറിയിലൊക്കെ വെക്കാനായിട്ട്. ഇതുപോലത്തെ TVയൊക്കെ നിന്റെ മുറിക്കൊരു അലങ്കാരമായിരിക്കും എന്നൊക്കെ പറയുമ്പം വർഷയ്ക്കും ഒന്ന് മേടിച്ചാൽ കൊള്ളാന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് എനിക്കിത് മതി, പിന്നെ കുറച്ച് ചില്ലറ ഐറ്റംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവള് ബാക്കി സാധനമൊക്കെ എടുക്കാണ്. ശ്രുതി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, അതെ ഇത് ഏറ്റില്ല എന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് പോവാണ് സച്ചിനെ. സച്ചി ഇടീന്ന് പറഞ്ഞ് കൈ ചുരുട്ടുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, നമ്മളൊരു ഫംഗ്ഷൻ എന്നതാ, നമ്മളിവിടെ വന്നു, സാധനവും വാങ്ങിച്ചു, ഇനി നമുക്ക് പോകാമെന്നും പറഞ്ഞ് സച്ചിയും കൂട്ടി അവിടുന്ന് ബില്ലും ചെയ്തിട്ട് പോകുന്നുണ്ട്. രവി ചോദിക്കാണ്, എന്താ മോനെ നീ ഇപ്പോഴേ പോവാണോ ചോദിക്കുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് പറയുന്നുണ്ട്, ആ പോയാൽ അത്ര നല്ലത് എന്ന് ഇങ്ങനെ പതിയെ പറയുമ്പോഴേക്കും നീ എന്താ പറഞ്ഞേ എന്ന് നമ്മുടെ ശ്രുതിയോട് സച്ചി ചോദിക്കാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് ശ്രുതി പറയുന്നുണ്ട്. രവി പറയാണ്, ആ എന്നാ നീ പോയിക്കോ, ഇവിടുന്ന് വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണമെന്നും പറഞ്ഞ് രേവതി മോൾ അവനെയും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവർ പോവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഹോ എൻ്റെ ശ്വാസം നേരെ വീണു, ഇവിടെ നിൽക്കും തോറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് തന്നെ നമുക്കൊരു 2 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാവും. ശ്രുതി, ദാ അങ്ങോട്ട് നോക്ക്, വർഷ ഇഷ്ടംപോലെ സാധനം എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്തെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ടേക്ക് കുറെ സാധനമൊക്കെ മേടിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് വർഷനെ കൊണ്ട് അവളും കുറെ സാധനങ്ങളൊക്കെ എടുപ്പിക്കുന്നുണ്ട്. പുറത്തേക്ക് വന്നപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ കണ്ടോ ആ പാർലടത്തിന്റെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്ന് നീ കണ്ടോ എന്ന് പറയുമ്പം അവർ അഹങ്കരിക്കട്ടെ സച്ചിയേട്ടാ. എന്തായാലും സച്ചിയേട്ടൻ ഉടന്നാല് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുള്ളൂ. ശ്രുതിയോടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോരോ കുത്തുവാക്ക് പറയുമ്പം സച്ചിയേട്ടൻ തിരിച്ചു പറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങ് വിളിച്ചോണ്ട് വന്നത്. എന്തായാലും എനിക്ക് കുറച്ച് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട്, ഞാൻ പോട്ടെ സച്ചിയേട്ടാ. നമുക്ക് നമ്മുടെ ബിസിനസ്സും നമുക്ക് വലുത് തന്നെയല്ലേ, നമുക്കത് നോക്കാമെന്ന് പറയാണ്. സച്ചിയേട്ടൻ ഓട്ടോയെല്ലാം ചോദിക്കുമ്പം ഉണ്ട്, അതും കളഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പം അത് കളയാൻ നിൽക്കേണ്ട, എന്നാലും സച്ചിയേട്ടൻ ഓട്ടത്തിന് പോകും, നമുക്ക് ഒരുപാട് അടവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ സച്ചി വണ്ടി സ്റ്റാൻഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. തകൃതിയായിട്ട് നമ്മുടെ സുധീര കടയിൽ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. നല്ല കച്ചവടം എന്ന് വെച്ചാൽ നല്ല സെയിലാവുന്നുണ്ട് കേട്ടോ. ഒരുപാട് കച്ചവടമൊക്കെ ചെയ്ത് അവർ നല്ല നിലയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. അതായത് നമ്മുടെ നീലിമയുടെ കയ്യിൽ നിന്നും ആണ് ഈ ക്യാഷ് കിട്ടിയെന്നുള്ള കാര്യം നമ്മുടെ സച്ചി അറിയുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.